ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വലിയൊരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഡൗ ജോൺസ് 328 പോയിന്റും S&P 50 പോയിന്റും നസ്ഡാക്ക് 160 പോയിന്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ഒരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 43 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഇറാനും ഇസ്രായേലിൻ്റെയും ഒരു യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം വച്ചിട്ട് മാർക്കറ്റ് ഒരു ബെയറിഷ് മോഡിലോട്ട് പോകേണ്ടതാണ്. പക്ഷേ മാർക്കറ്റ് സ്ട്രോങ് ആണ്. US മാർക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. രാത്രിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് മറ്റാക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷിനുള്ള സാധ്യത തന്നെയാണുള്ളത്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വലിയൊരു പോസിറ്റീവ് മാർക്കറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോജി, ഒരു ഹരാമി ക്യാൻഡിൽ, പ്രീവിയസ് ക്യാൻഡിലിന് ഉള്ളിലൊരു ഹരാമി ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഈയൊരു ഹൈ, ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രേക്കൗട്ട് കിട്ടുന്ന ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. നമുക്ക് 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിലോട്ട് പോവാം. മാർക്കറ്റിൽ ഇന്നലെ കഴിഞ്ഞ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഇതിന് താഴോട്ടൊരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത്, സെക്കൻഡ് ടാർഗറ്റ് ഇത്. മാർക്കറ്റ് ഇവിടുന്ന് കൃത്യമായിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി. എങ്കിലും ഇവിടുന്ന് ഞാനൊന്ന് ഒരു റീട്രേസ്മെൻറ്റിന് താഴോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ലൈവ് മാർക്കറ്റിൽ വരച്ചതാണ്. പക്ഷേ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നിട്ടില്ലായിരുന്നു. 24,900 ഇറങ്ങി വരുമെന്ന് കരുതിയതാണ്. പക്ഷേ അവിടെ നിന്ന് തൊട്ട് മുകളിൽ നിന്ന് 950 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറിപ്പോയത്. ഇന്നലത്തെ ക്യാൻഡിൽ, ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോജി ക്യാൻഡിലാണ്. ഡോജി ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ലോ ഇത് തന്നെയാണ്, 24,826. ഹൈ വരുന്നത് ഈ ഒരു ഏരിയ ആണ്, 25,056. ലോ വരുന്നത് ഈ ഒരു ഏരിയയും. ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലോ എപ്പോഴെങ്കിലും 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ എങ്ങോട്ടെങ്കിലും പോയിട്ട് തിരിച്ച് താഴോട്ട് 24,826 താഴോട്ട് ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ 24,749 ടാർഗറ്റ് വയ്ക്കാം. മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ, താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മുകളിലോട്ടോ താഴോട്ടോ നോക്കുക. 15 മിനിറ്റിൽ സപ്പോർട്ട് എടുത്താണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിവേഴ്സിന് സാധ്യത ഉണ്ടാവും. ബ്രേക്കൗട്ട് കിട്ടിയിട്ട് 15 മിനിറ്റിൽ ഒരു റെഡ് ക്യാൻഡിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. നമുക്കിതിൽ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് കഴിഞ്ഞ മെയ് 12 മുതലുള്ള ചാർട്ടാണിത്. മെയ് 12 മുതലുള്ള ചാർട്ട് എടുത്തിട്ട് ഞാനിവിടെ ഈ ഒരു സപ്പോർട്ട് ലെവൽ, അതായത് കൃത്യമായിട്ട് മെയ് 12 ശേഷം, അതിന് മുന്നേ റെസിസ്റ്റൻസ് ആയിരുന്നതാണ് ഈ ലെവല്. മെയ് 12 ഇത് ബ്രേക്കൗട്ട് കിട്ടി മുകളിൽ പോയതിന് ശേഷം പിന്നെ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹൈ ഏകദേശം ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. അത് കഴിഞ്ഞിട്ടുള്ളൊരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിൽ കയറി തിരിച്ച് താഴെ വന്നു. ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് വന്നു. ഇവിടുന്ന് റെസിസ്റ്റൻസ് വന്നിട്ട് വീണ്ടും താഴോട്ട് വന്നു. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും റെസിസ്റ്റൻസ്, വീണ്ടും സപ്പോർട്ട്, വീണ്ടും റെസിസ്റ്റൻസ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ ഇവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് പിന്നെ വീണ്ടും താഴോട്ട് വന്നിട്ട് അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നത്. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്, ഇവിടെ ബ്രേക്കൗട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇനി താഴോട്ട്
വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു റേഞ്ചിലൊക്കെ ഏകദേശം 27, 24, 700, 750 റേഞ്ചിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സുഖമായിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തതൊരു വലിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് പോകും. പക്ഷേ ഈ ഒരു സപ്പോർട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്നലത്തെ ഡോജി ക്യാൻഡലിൻ്റെ സപ്പോർട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും എവിടെ വരും? 24,500 ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളത്. എപ്പോഴാണോ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ആവുന്നത്, മുകളിലത്തെ ഈ ഒരു ലെവലും താഴത്തെ ഈ ഒരു ലെവലും എപ്പോഴാണോ ബ്രേക്ക് ഔട്ട് ആവുന്നത്, ഈ ഒരു മെഷർമെൻറ്റ് ഏകദേശം 550 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചാണ് ഈ വരുന്നത്. ഇത്രയും റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 550 പോയിൻറ്റിൻ്റെ റേഞ്ചാണ്. അപ്പം ഇവിടെ നിന്ന് താഴോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 600 പോയിൻ്റെങ്കിലും താഴോട്ട് ഇറങ്ങി വരും. ഇവിടെ നിന്ന് മുകളിലോട്ടാണ് ഒരു ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ, ഇത് ഓൾറെഡി ബ്രേക്കൗട്ട് കിട്ടി നിൽക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റീടെസ്റ്റിനൊന്നും സാധ്യത കാണത്തില്ല. ഇവിടെ നിന്ന് 25,000-25,050 റേഞ്ച് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 500 പോയിൻ്റ് മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. ഏകദേശം ആ റേഞ്ച് വരുന്നതെന്ന് പറയുന്നത് 25,600, 650 ഏരിയയിലോട്ടായിരിക്കും ഈ മാർക്കറ്റ് പിന്നെ ഒരു റേഞ്ച് ബൗണ്ടിലോട്ട് പോവുക. അതായത് ഈ ഒരു പ്രീവിയസ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 25,600, 650 ഏരിയ ആയിരിക്കും മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡേ ക്യാൻഡലിലോട്ട് പോവാം. അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് ഇതാണ് നേരത്തെ ഞാനിപ്പോൾ അവിടെ പറഞ്ഞത്. ഈ ഒരു റേഞ്ച് നമുക്ക് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഹൈ ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു 15 മിനിറ്റ്, എപ്പോഴാണോ ഒരു 15 മിനിറ്റിൻ്റെ ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുന്നത് പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 25,137 ആണ്. 25,137, അത് കഴിഞ്ഞാൽ 25,222 പ്രീവിയസ് റെസിസ്റ്റൻസ് വരുന്ന ഈ ഒരു ഏരിയ. ഓക്കെ, താഴോട്ട് 15 മിനിറ്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്. 24,900 ഒരു 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടിയാൽ മാത്രം, ഒരു റെഡ് ക്യാൻഡിൽ താഴോട്ട് 15 മിനിറ്റ് ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 24,826 ആണ്. ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,826. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ച് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 24,900 കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 24,900 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സ് കയറും. റിവേഴ്സ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്തെങ്കിലും ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇടുക. 15 മിനിറ്റ് നമ്മൾ റേഞ്ച് ബ്രേക്കൗട്ടിന് വേണ്ടി നോക്കുന്നതാണ്. 5 മിനിറ്റിൽ റിവേഴ്സ് പാറ്റേൺ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,900 റേഞ്ചിൽ 5 മിനിറ്റ്സിൽ റിവേഴ്സ് സിഗ്നൽ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. 25,000 ഫസ്റ്റ് ടാർഗറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡോജി ക്യാൻഡലിൻ്റെ, അതായത് ഇന്നലത്തെ ക്യാൻഡലിൻ്റെ ഹൈ 25,053.60 റേഞ്ച്. ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത് മുകളിലോട്ട് എൻട്രി നോക്കുന്നുള്ളൂ. അതായത് ഇന്നലത്തെ ഡോജി ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കുക. അതുപോലെ തന്നെ താഴോട്ടും ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ച് 24,900 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡോജി ക്യാൻഡലിൻ്റെ ലോ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം 24,826. അവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ 24,749.50 റേഞ്ചിലോട്ട് പോകത്തുള്ളൂ. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ നോക്കുന്നതിന് മുന്നേ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്ന് നോക്കാം. ഇന്നലത്തെ സ്ട്രോങ് 25,000 സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. 25,000 കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത് 25,500 താഴോട്ടെല്ലാം സപ്പോർട്ടാണ്. 24,900, 24,800, പിന്നെ 24,700 എല്ലാം സപ്പോർട്ടാണ്. മുകളിലോട്ട് ഏറ്റവും സ്ട്രോങ് റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ള 25,500
നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ ഇന്നലെ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 5592 കോടിക്ക് FIS ബൈ ചെയ്തിട്ടുണ്ട്. DIS സെല്ലിംഗ് ആണ്, 1874 കോടിക്ക് സെല്ലിംഗ് ആണ്. FIS ബൈയിങ്ങിലോട്ടും DIS സെല്ലിങ്ങിലോട്ടും വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു വരും ദിവസങ്ങളിലൊരു ബുള്ളിഷ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിൽ. നമുക്ക് ഓപ്ഷൻസിൻ്റെ ഡേറ്റ നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. 23. ഓക്കെ. FIS 1.7 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 2.16 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ഫ്യൂച്ചേഴ്സ് സെല്ലിംഗ് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് FIS. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോയും ചെറിയൊരു ബൈയിങ്ങിലാണ് ഫ്യൂച്ചേഴ്സ് ഉള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് 2.68 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷൻ ഏകദേശം 1 ലാക്ക് ക്വാണ്ടിറ്റി എടുപ്പിച്ച് പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ക്ലൈൻറ്റ് സെല്ലിംഗ് ആണ്. മാർക്കറ്റ് ചെറിയൊരു ഡൗണിലോട്ട് പോയാലും മാർക്കറ്റ് അവിടെ നിന്ന് ഇപ്പോഴത്തെ, അതായത് ന്യൂസ് ബേസ്ഡ് അല്ലാണ്ട് ഇപ്പം ഇറാഖും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് വിഷയങ്ങളോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ അനുസരിച്ച് മാർക്കറ്റ് ഒരു ഡിപ്പിലോട്ട് പോയാലും പെട്ടെന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ടൈമിൽ എന്തെങ്കിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പാനിക് സെല്ലിങ്ങിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആണ്. നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ചാർട്ടിൽ ഇന്നലത്തെ മാർക്കറ്റിൽ ഞാൻ താഴോട്ട് ലെവലൊന്നും വരച്ചിട്ടില്ലായിരുന്നു. ലൈവ് മാർക്കറ്റിൽ വരച്ച ലെവലാണ് 24,669, 24,652 എന്നുള്ളത്. CPRനുള്ളിലാണ് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത് നിന്നത്. ഇന്ന് നാരോ CPR ആണ്. 24,939 തൊട്ട് 24,962 വരെയൊക്കെയാണ് CPR വരുന്നത്. CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. താഴോട്ടൊരു ഗ്യാപ്പ് ഡൗൺ വന്നാൽ പോലും മുകളിലോട്ട് സപ്പോർട്ട് എടുത്ത് CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ലെവൽ ഇത് നോക്കുക, 24,830, 24,845. അതായത് ഒരു ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ താഴോട്ട് വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ട്. 24,830, 845 റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 27,819, 24,962 CPR ആണ്. CPR ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് 25,077, 25,058. തേർഡ് ടാർഗറ്റ് 25,169, 25,183. താഴോട്ടൊരു ലെവൽ കൂടെ ഉണ്ട്, 24,709, 24,726. 24,709, 24,726 ആണ് ഇവിടെ വരുന്ന നമ്മുടെ ഈ ഒരു റേഞ്ച്, ഏറ്റവും ബോട്ടത്തിൽ വരുന്ന റേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വലിയ പൊട്ടലിലോട്ട് പോകും. അതായത് ഈ ഒരു റേഞ്ച് 24,709, 24,726 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ടാർഗറ്റ് ആയിരിക്കും. ഏകദേശം 500 വരയ്ക്കും പോകാൻ സാധ്യതയുണ്ട്. 24,500 ഒറ്റ ദിവസമല്ല, വരും ദിവസങ്ങളിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്